ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഫ്രൈ റോസ്റ്റ് റെസിപ്പി. ഈ റെസിപ്പിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുമ്പം നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഫുഡ് ഉണ്ടാക്കില്ലേ? അങ്ങനെ ഉണ്ടാക്കുമ്പം ആ ഫംഗ്ഷനൊക്കെ കിട്ടുന്ന ബിരിയാണിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് കിട്ടും. ചിക്കൻ്റെ പീസസൊക്കെ ഫ്രൈ ചെയ്ത് പിന്നീട് അത് റോസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. അപ്പം ഈ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. അപ്പം ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽഡായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ സ്റ്റെപ്പും ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണണം. ഈ ഷോർട്സിൽ ഞാനത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. മൊത്തം പറയാനായിട്ട് ഷോർട്സിൽ സമയമില്ലാത്തതുകൊണ്ട് ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് മുരിച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി അതിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് സവാള, തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വേപ്പില, പിന്നെ നമ്മൾ അതിലേക്ക് സോസസ് ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നോക്കിക്കേ, നമ്മുടെ നാടൻ റെസിപ്പീസിൽ ഈ സോസസ് ഒന്നും ആഡ് ചെയ്യാറില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് ഈ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന്. പിന്നീട് നമ്മൾ കാഷ്യൂ പേസ്റ്റ് ചേർക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചേർത്ത് വെച്ചിരിക്കുന്ന സംഭവത്തിലേക്ക് നമ്മുടെ ആ ചിക്കൻ്റെ ഫ്രൈ പീസസ് ഇട്ട് പിന്നീട് അതിനെ ഒന്ന് വരട്ടി അതിനെ റോസ്റ്റാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പം ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, കാഷ്യൂ പേസ്റ്റ്, തേങ്ങാപ്പാൽ, അതുപോലെ സോസിൻ്റെ ചെറിയൊരു മധുരം, തക്കാളിയുടെ ചെറിയൊരു പുളിപ്പ്, ഇതെല്ലാം കൂടെ ആ ചിക്കനിലേക്കൊക്കെ അങ്ങ് പിടിച്ചിട്ട് അസാധ്യ ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെയോ അല്ലെങ്കിൽ പുലാവിൻ്റെയോ അങ്ങനെ ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വേണമെങ്കിൽ നിങ്ങളിത് തന്നെ കഴിക്കും, അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീട്ടിലുണ്ടാക്കാൻ തോന്നുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു സീക്രട്ട് എന്ന് പറയുന്നത്, നമ്മളിത് ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ. അപ്പം ഉരുളിയില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് വീട്ടിലുള്ളതിൽ വെച്ച് കട്ടിയുള്ള പാത്രത്തിലുണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഉണ്ടാക്കിയത് ഉരുളിയിലാണ്. സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.